ഭർത്താവ് ഷെയ്ഖ് ഹസീനയെ വിട്ടുതരിക. ഇതാണിപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യയോട് പറയുന്ന ആവശ്യം. പക്ഷേ നോ കമൻസ് എന്നാണ് ഇന്ത്യ തിരിച്ചു കൊടുക്കുന്ന മറുപടി. പക്ഷേ ഇന്ത്യയുടെ ഈ ഷെയ്ഖ് ഹസീനയെ സംരക്ഷിക്കുന്നതിലുള്ള ബംഗ്ലാദേശിൻ്റെ എന്താ പറയുക വൈരാഗ്യം തീർക്കുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളോടും അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളോടുമാണ്. ഇത് ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുകയില്ല. ഒടുവിൽ ബംഗ്ലാദേശിൽ അത് സംഭവിക്കാൻ പോവുകയാണ് അല്ലേ? എന്താണ് ബംഗ്ലാദേശിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ? ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നല്ല ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്, നല്ല നയതന്ത്ര ബന്ധമായിരുന്നു ഇന്ത്യയുമായിട്ടുണ്ടായിരുന്നത്. അത് പാകിസ്ഥാനിൽ നിന്ന് വിഭജിച്ച് ബംഗ്ലാദേശായി മാറുന്നതിൻ്റെ ഒരു പ്രധാന കാരണവും കൂടെ ഇന്ത്യയായിരുന്നു. ഇന്ത്യയുടെ സൈനിക സഹായം ഉണ്ടായിരുന്നു, യുദ്ധമുണ്ടായ സമയത്തുണ്ടായിരുന്നു. അവിടെ ആ ഒരു രാജ്യം നിർമ്മിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ഇന്ത്യ ചെയ്തു കൊടുത്തിരുന്നു. അതൊക്കെ മറന്നുകൊണ്ടാണ് ഇന്നത്തെ ഈ ബംഗ്ലാദേശിലെ ഗവൺമെൻറ് എന്ന് പറയാൻ പറ്റില്ല, തീവ്രവാദ ഭരണകൂടം ഇന്ത്യക്കെതിരെ കൊണ്ട് ചില നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പല നടപടികളും അവരുടെ ഭാഗത്തുനിന്ന് എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ, ഹിന്ദു ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് ഇവർ പോയത്. ഇസ്കോണിൻ്റെ ഈ ഇസ്കോണുമായി ബന്ധപ്പെട്ട സന്യാസിമാരെ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരമാചാര്യനായിട്ടുള്ള വ്യക്തിയെ ഒക്കെ തന്നെ ജയിലിൽ അടയ്ക്കുന്നതിലേക്ക് ബംഗ്ലാദേശിൻ്റെ ഒരു നടപടിക്രമം പോയിരുന്നു. ഇതിലൊക്കെ വലിയ പ്രതിഷേധമാണ് അവിടെ വരുന്നത്. അവിടെ ക്ഷേത്രങ്ങൾ തകർക്കുന്നു, അവിടെ ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും, പശുക്കളെ ക്രൂരമായി അടിച്ചു കൊല്ലുന്നു. ഈ അതായത് നടന്നുകൊണ്ടിരിക്കുന്ന പശുക്കളെ വലിയ പട്ടിക കഷ്ണങ്ങളുമായിട്ട് പോയിട്ട് അടിച്ചു കൊല്ലുന്ന രീതിയിലേക്ക് അവിടുത്തെ ക്രൂരത മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ എത്രയും പെട്ടെന്ന് ബംഗ്ലാദേശിന് കൈമാറണമെന്നാണ് ബംഗ്ലാദേശിൻ്റെ ആവശ്യം. അവർ പറയുന്നത് നയതന്ത്ര തലത്തിൽ ഇത്തരമൊരു കരാറുണ്ട്. ഏതെങ്കിലും തരത്തിൽ കുറ്റവാളികൾ ഇന്ത്യയിൽ അഭയം തേടിക്കഴിഞ്ഞാൽ ഇന്ത്യ അവരെ സുരക്ഷിതമായി ബംഗ്ലാദേശിന് കൈമാറണമെന്നൊരു കരാർ നമ്മൾ തമ്മിലുണ്ട്, അത് പാലിക്കണം എന്നാണ് ഇന്ത്യയോട് പറയുന്നത്. ഇന്ത്യ പറയുന്നത് അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഈ കാര്യം മര്യാദക്കാണെങ്കിൽ എന്താണ് ഇത്, നയതന്ത്ര കരാറൊക്കെ ഓക്കെയാണ്. പക്ഷേ മര്യാദയുമില്ല, മര്യാദകേടുമല്ല, അതിൻ്റെ എക്സ്ട്രീം അവസ്ഥയിലാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനയെ കൈമാറുന്ന കാര്യത്തിലൊന്നും ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നില്ല അത്തരമൊരു കാര്യം എന്നാണ് ആര് പറയുന്നത്, ഇന്ത്യ തിരിച്ചു പറഞ്ഞിരിക്കുന്നത്. അപ്പം ബംഗ്ലാദേശിന് മറ്റു ചില നീക്കങ്ങൾ കൂടി ബംഗ്ലാദേശ് ഇതിനിടയിൽ കൂടി നടത്തുന്നുണ്ട്. ഇന്ത്യയുടെ ആജന്മ ശത്രു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന പാകിസ്ഥാനുമായിട്ട് അവർ വളരെയധികം അടുക്കുന്നു. ഇന്ത്യയിലെ ഭക്ഷ്യവസ്തുക്കൾ, ഉരുളക്കിഴങ്ങ്, അരി തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളത് പാകിസ്ഥാനിൽ നിന്ന് മേടിച്ചോളാം എന്ന് പറയുന്നു. ഈ മണ്ടന്മാർ മനസ്സിലാക്കാത്ത കാര്യം, പാകിസ്ഥാനിലേക്ക് ഇതൊക്കെ കൊടുക്കുന്നത് ഇന്ത്യയാണ് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നില്ല. ഇന്ത്യയിൽ നിന്ന് കൊടുക്കുന്നതിൻ്റെ ഇരട്ടിക്കിരട്ടി വിലയും അതുപോലെ തന്നെ ഗതാഗത ചെലവുകൾ വൻതോതിൽ വർദ്ധിപ്പിച്ചും അവർക്ക് വാങ്ങേണ്ട ഒരവസ്ഥയിലേക്ക് പോയി. അതുപോലെ തന്നെ അവിടെ അരിക്ക് വേണ്ടി ജനങ്ങൾ ഈ ക്യൂ നിൽക്കുകയാണ് അവിടെ. അതൊന്നും ഇവർ കാണുന്നില്ല. അതൊന്നും ഈ തീവ്രവാദ ഭരണകൂടത്തെ സംബന്ധിച്ച് യാതൊരുവിധ പ്രശ്നമുള്ള കാര്യമല്ല. അവർക്ക് അവരുടെ തീവ്രവാദ ആശയപരമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കണം, ജനങ്ങൾ മരിച്ചു വീണോട്ടെ എന്നുള്ള നിലപാടാണ് ഇവർക്കുള്ളത്. രണ്ടാമത്തത് പാകിസ്ഥാൻ. ഇവരുടെ ആജന്മശത്രു ആരാണ്? പാകിസ്ഥാനാണ്. പക്ഷേ തീവ്രവാദ ഭരണകൂടം അധികാരത്തിൽ വന്നതിന് ശേഷം, ജമാഅത്തെ ഇസ്ലാമി മൗദൂദിസ്റ്റുകളൊക്കെ വന്നതിന് ശേഷം തങ്ങളുമായി ആശയപരമായി യോജിപ്പിലല്ലാതിരുന്നിട്ട് കൂടെ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് പോകുന്ന പൗരന്മാർ, അതായത് ഈ കുടിയേറുന്നവരോ അല്ലെങ്കിൽ വിസയ്ക്ക് പോകുന്ന താൽക്കാലികമായി പോകുന്ന ആളുകളുടെ സന്ദർശകരുടെയൊക്കെ വിസ തീരുമാനിക്കുമ്പോൾ അവർക്ക് പ്രവേശനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ക്ലിയറൻസ് ആവശ്യമായിരുന്നു. അങ്ങനെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ക്ലിയറൻസ് ഇല്ല എങ്കിൽ അവർക്ക് ആ രാജ്യത്തേക്ക് പോകാൻ കഴിയില്ല എന്നതായിരുന്നു അവിടുത്തെ നിയമം ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഷെയ്ഖ് ഹസീനയുടെ കാലഘട്ടത്തിൽ ബംഗ്ലാദേശിൻ്റെ സുരക്ഷ വളരെയധികം വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ആവശ്യത്തെ മുൻനിർത്തി ഹസീന കൈക്കൊണ്ട ഒരു പ്രധാനപ്പെട്ട നടപടിയായിരുന്നു. ഇപ്പോൾ അത് എടുത്തു മാറ്റിയിരിക്കുന്നു. അവർക്ക് ഈ പറയുന്ന ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ക്ലിയറൻസ് അതില്ലാതെ തന്നെ ബംഗ്ലാദേശിലേക്ക് പാകിസ്ഥാൻ പൗരന്മാർക്ക് പോകാൻ കഴിയും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ. ഇത് ഇന്ത്യയെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. കാരണം അവിടെ നിന്ന് ഏതൊരാൾക്കും ഈ വിസ ചട്ടങ്ങൾ ലഘൂകരിച്ചത് കൊണ്ട് ഏത് തീവ്രവാദിക്കും നേരെ ബംഗ്ലാദേശിലേക്ക് കയറി പോകാനും, ഇത് ബംഗ്ലാദേശിനെ ഉന്നമിട്ടല്ല ഇവർ പോകുന്നത്. ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ആസാം പോലുള്ള സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് ഈ ബംഗ്ലാദേശ് ഉൾപ്പെടെ. അപ്പോൾ അതിലൂടെ ഈ പാക് ഭീകരർ നുഴഞ്ഞു കയറുകയും ആസാം ഉൾപ്പെടെയുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് നുഴഞ്ഞു കയറി
അവിടെ ഒരു പ്രശ്നമുണ്ടാക്കി. ഇപ്പോൾ തന്നെ മണിപ്പൂരിലും അതുപോലെ തന്നെ ആസാമിലും ഒക്കെ പലതരം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഹിമന്ത വിശ്വ ശർമ്മ പിന്നെ ഈ പറയുന്ന ആസാമിൻ്റെ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം അവിടെ വലിയ തോതിൽ നുഴഞ്ഞുകയറ്റങ്ങളൊന്നും അദ്ദേഹം അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടെയുണ്ട്. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ആസാമിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ, ആസാമിൽ സംഘടിതമായ ഗോത്ര കലാപം ഉണ്ടാക്കാൻ, മണിപ്പൂരിൽ കലാപം ഉണ്ടാക്കാനൊക്കെ തീവ്രവാദികൾ ആഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരമൊരു പരിശ്രമത്തിന് എന്താണ് ഏറ്റവും കൂടുതലായിട്ട് ഒരു സപ്പോർട്ട് ആവുന്ന രീതിയിലേക്ക് ബംഗ്ലാദേശിൽ കൂടി എളുപ്പം ഈ പറയുന്ന ആസാമിലേക്ക് കയറാൻ കഴിയും. അങ്ങനെ ആസാമിൽ ഉള്ള അസംതൃപ്തരായിട്ടുള്ള ഇന്ത്യൻ ഭരണകൂടത്തോട് എതിർപ്പുള്ള ചില ആളുകളുണ്ട്, അവിടെ കലാപം സൃഷ്ടിക്കുന്ന അത്തരം ആളുകളെ സംരക്ഷിക്കുകയും അവർക്ക് പണം കൊടുക്കുകയും ആയുധം കൊടുക്കുകയും ഇനി അവരെ നേരിട്ട് ബംഗ്ലാദേശിലേക്ക് കൊണ്ടുപോയി പാർപ്പിച്ച് അവിടെ നിന്ന് ഇന്ത്യയിലോട്ട് വന്ന് ആക്രമണം നടത്തി തിരിച്ച് സുരക്ഷിതമായിട്ട് ബംഗ്ലാദേശിലേക്ക് പോകാനുള്ള ഒരവസ്ഥ വരെ സൃഷ്ടിക്കും എന്നതാണ് ഇന്ത്യ ഇപ്പോൾ ഏറെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ബംഗ്ലാദേശിലേക്ക് നമുക്ക് ഈ ഇന്ത്യയിൽ നിന്ന് അപ്പുറം പോയി പിന്നെ നമുക്ക് വലിയ വിസ ഇല്ലാതെ നേരെ പോകാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. വലിയ സുരക്ഷാ പ്രശ്നങ്ങളൊന്നും ഇന്ത്യക്ക് ബംഗ്ലാദേശുമായിട്ടില്ല. അതിർത്തി പോലും വലിയ രീതിയിൽ കൊട്ടിയടക്കപ്പെട്ടതൊന്നുമല്ല. അവിടെ ഒരു പാലമുണ്ട്, റോഡുണ്ട്. ആ റോഡ് വഴി നമുക്ക് ബംഗ്ലാദേശിലേക്ക് കടക്കാം, തിരിച്ചു വരാം. അവിടെയുള്ള ആളുകൾ ഇവിടെ വന്ന് കച്ചവടം ചെയ്യുന്നു, ഇവിടെയുള്ള ആളുകൾ അപ്പുറം പോയി കാര്യങ്ങൾ ചെയ്യുന്നു. അത്രയ്ക്ക് സൗഹാർദ്ദപരമായ ഒരു രാജ്യമായിരുന്നു ബംഗ്ലാദേശ്. ആ ബംഗ്ലാദേശിനെയാണ് ഇന്ന് ഹസീനയുടെ ഭരണകൂടത്തെ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ സംവരണ പ്രക്ഷോഭമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ആ സംവരണ വിരുദ്ധ പ്രക്ഷോഭം പിന്നീട് ഉയർന്നു വന്ന് അത് ഒരു രാജ്യവിരുദ്ധ പ്രക്ഷോഭമായി മാറുന്നു. അത് പിന്നീട് ഒരു ഹസീന ഭരണകൂടത്തിനെതിരായ പ്രക്ഷോഭമായി, അതിനും പിന്നെ ഒരു ന്യൂനപക്ഷ വിരുദ്ധ ഹിന്ദു വിരുദ്ധ പ്രക്ഷോഭമായി ആളിക്കത്തുന്ന ഒരു കാഴ്ച. അവിടുന്ന് ഹസീനയ്ക്ക് പിൻവലിയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ പോകുന്ന സ്ഥിതിയിലേക്ക് നമ്മൾ പോയി. അപ്പോൾ ഇത്രയ്ക്ക് ഒരു രീതിയിൽ തീവ്രവാദികൾ ഇതിനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന അമിത്ഷായ്ക്കും അതുപോലെ തന്നെ പ്രതിരോധ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനും ഒന്നും നോക്കിയിരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യ തക്കമായ ഒരു സ്ഥാനം അല്ലെങ്കിൽ ഒരു അവസരം കാത്തിരിക്കുകയാണ്. കൃത്യമായി ഒരു അടി കൊടുക്കാൻ വേണ്ടി ഇന്ത്യ ഇങ്ങനെ ഇരിക്കുന്നു. ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ കളികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കാൻ കഴിയില്ല. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുക്കളുടെ മേൽ ഇനിയും നിങ്ങൾ രക്തച്ചൊരിച്ചിലുകൾ നടത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള തിരിച്ചടി കിട്ടും എന്ന് കൃത്യമായി ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്ത്യ കാത്തിരിക്കുന്നത് ജനുവരി 20 എന്ന തീയതിക്ക് വേണ്ടിയാണ്. ജനുവരി 20-ാം തീയതി ട്രംപ് അമേരിക്കയിൽ അധികാരത്തിലേറുകയാണ്. അതുവരെ ക്ഷമിക്കൂ എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ട്രംപ് അധികാരത്തിലേറി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ആദ്യത്തെ 10 നടപടികളിൽ ഒന്ന് ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടതായിരിക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച്. അപ്പോൾ ബംഗ്ലാദേശിലേക്ക് ഇപ്പോൾ തന്നെ അരാക്കൻ ആർമി അവിടെ ഒരു ഭാഗത്ത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, അടിച്ച് തകർക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അത് ഈ പറയുന്ന യുഎസ് ഭരണകൂടത്തെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അവർക്ക് ആയുധങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു, സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അവിടുത്തെ സൈനികർക്ക് പൈസ, അതായത് ശമ്പളം നൽകാനില്ലാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവിടെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ച് കുറേ അധികം യുവാക്കളെ ഇറക്കിക്കൊണ്ട് അവർക്ക് പിന്നെ ഈ പറയുന്ന സ്വർഗവും അതുപോലുള്ള സംവിധാനങ്ങളൊക്കെയാണല്ലോ അവരുടെ പ്രതിഫലം എന്ന് പറയുന്നത്, അല്ലാതെ ധനമല്ലല്ലോ. അവർക്ക് ഭക്ഷണവും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് അവരെ ഈ യുദ്ധത്തിലേക്ക് ഇറക്കി മുന്നോട്ട് പോകാനുള്ള ശ്രമം ആര് നടത്തുന്നുണ്ട്? ബംഗ്ലാദേശ് നടത്തുന്നുണ്ട്. പക്ഷേ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു സംയുക്ത ഒരു ആക്രമണം വന്നാൽ പോലും നമ്മൾ പിന്നെ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഒരു പക്ഷേ അമേരിക്കയും ഇന്ത്യയും ഒക്കെ ചേർന്നുകൊണ്ട് പിന്നെ ഒരു ആക്രമണം, ഒരു ടെസ്റ്റ് ഡോസ് എന്ന നിലയിൽ ഒരു പക്ഷേ ഈ പറയുന്ന ബംഗ്ലാദേശിലേക്ക് നടത്തിയേക്കാം ഇനിയും ഈ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ. അത് ആത്യന്തികമായി തീരുമാനിക്കുക ട്രംപ് ആയിരിക്കും. ട്രംപ് ജനുവരി 20-ന് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുമായി കൂടിക്കാഴ്ചയുണ്ട്. അദ്ദേഹം തൊട്ടടുത്ത സമയങ്ങളിൽ തന്നെ ഇന്ത്യയിലേക്ക് സന്ദർശനം നടത്തുന്നുണ്ട്, റഷ്യയിലേക്ക് പോകുന്നുണ്ട്. ഇതൊക്കെ ഇസ്രായേലുമായി പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തുന്നുണ്ട്. അപ്പോൾ ലോകത്തെ പ്രമുഖ നേതാക്കന്മാരെല്ലാം തന്നെ ഇസ്ലാമികപരമായ തീവ്രവാദത്തെ അടിച്ചമർത്തിയാൽ മാത്രമേ ലോകത്തിന് രക്ഷയുള്ളൂ എന്നുള്ള നിലയിലേക്ക് ഒരു പൊതു തീരുമാനം എടുത്തിരിക്കുന്നു. അത് ഈ പറയുന്ന ബംഗ്ലാദേശിലെ ഈ ഒരു അട്ടിമറിക്ക് അവരുടെ ആ ഭരണകൂടത്തിൻ്റെ വൃത്തികേടുകൾക്കെതിരെ കൊണ്ട് പ്രതികരിക്കാനുള്ള ഒരു സംവിധാനമായി മാറുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.